നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ചിത്ര നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വർഷഫലമാണ്. ജ്യോതിഷപരമായി ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഘടകം ചിത്ര നക്ഷത്രത്തിൻ്റെ ദ്വിരാശി സ്വഭാവമാണ്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആദ്യ പകുതി കന്നി രാശിയിലും രണ്ടാം പകുതി തുലാം രാശിയിലുമായിട്ടാണ് വരുന്നത്. അതിനാൽ വ്യാഴം, ശനി, രാഹു എന്നീ പ്രധാന ഗ്രഹങ്ങളുടെ സംക്രമണങ്ങൾ ഈ രാശിയിലെ ചിത്രക്കാരെയും വ്യത്യസ്ത സ്വഭാവങ്ങളിലാണ് സ്വാധീനിക്കുന്നത്. ഈ വർഷം ചിത്ര നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്തും സാമൂഹ്യ നിലയിലും വലിയ വളർച്ച നൽകുന്ന സമയമുണ്ടെങ്കിലും വ്യക്തിബന്ധങ്ങളിലും വൈകാരികമായ നിക്ഷേപങ്ങളിലും ശ്രദ്ധയും ക്ഷമയും പാലിക്കേണ്ട അത്യാവശ്യ ഘടകങ്ങളുമുണ്ട്. ചിത്ര നക്ഷത്രക്കാരുടെ അടിസ്ഥാന സ്വഭാവം ദേവതാ സ്വാധീനമാണ്. അതായത് ചിത്ര നക്ഷത്രത്തെ ഭരിക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വ നൽകുന്ന ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ചിത്ര നക്ഷത്രക്കാർക്ക് 2026 കഠിനാധ്വാനത്തിലൂടെ വിജയം നേടാൻ സഹായിക്കും. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ദേവശില്പിയായ വിശ്വകർമാവാണ്. ഈ സ്വാധീനം കാരണം ചിത്ര നക്ഷത്രക്കാർ സ്വാഭാവികമായും സർഗാത്മകത, രൂപകൽപ്പന, സൗന്ദര്യപരമായ പൂർണ്ണതാബോധം എന്നിവയുള്ളവരായിരിക്കും. ഈ വർഷം പ്രത്യേകിച്ച് തൊഴിൽ രംഗത്ത് ഈ സർഗാത്മകതയും കൃത്യമായുള്ള കഴിവുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. ചിത്രക്കാർക്ക് അന്തർലീനമായ ആകർഷണീയത ഉണ്ടെങ്കിലും അവരുടെ ഉയർന്ന പൂർണ്ണതാബോധം ചില സന്ദർഭങ്ങളിൽ സ്വയം വിമർശനങ്ങളായോ മറ്റുള്ളവരുടെ വിമർശനം തോന്നുന്നവരായോ മാറാൻ കാരണമായേക്കാം. 2026 ബന്ധങ്ങളിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ ഈ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് അത്യാവശ്യമാണ്. ചിത്ര നക്ഷത്രം കന്നിരാശിയിലും തുലാം രാശിയിലും 2 പാദങ്ങൾ വീതമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രഹത്തിൻ്റെ സംക്രമണം 2026 2 വിഭാഗങ്ങൾക്കും പൂർണ്ണമായ വ്യത്യസ്ത ഫലങ്ങളാണ് നൽകുന്നത്. കന്നിരാശിയിലെ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ഭാഗം ബുധൻ്റെ ഭരണത്തിന് കീഴിലാണ് വരുന്നത്. ഇവർക്ക് ബുദ്ധിപരമായ തീരുമാനങ്ങൾ, വിശകലന ശേഷി, തൊഴിലിലെ കൃത്യത, രോഗങ്ങളോടുള്ള പ്രതിരോധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. ഈ വിഭാഗക്കാർക്ക് 2026 തൊഴിൽപരമായി കഠിനമായ നേട്ടങ്ങളുടെ വർഷമാണ്. തുലാം രാശിയിലെ ചിത്രക്കാർക്ക് ഈ ഭാഗം ശുക്രൻ്റെ ഭരണത്തിന് കീഴിലാണുള്ളത്. ഇവർക്ക് സൗന്ദര്യം, സാമൂഹ്യ ഇടപെടലുകൾ, പ്രണയം, നീതിബോധം എന്നിവയിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടി വരും. ഇവർക്ക് 2026 ഭാഗ്യ അനുഭവങ്ങളും ബന്ധങ്ങളിലെ വൈകാരികമായ വളർച്ചയും ഊന്നൽ നൽകുന്നു. ചിത്ര നക്ഷത്രക്കാർക്ക് 2026 ഒരു കർമ്മോത്സവ വർഷമാണ്. കന്നി ചിത്രക്കാർക്ക് വ്യാഴം 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കാരണം ഉദ്യോഗത്തിൽ അംഗീകാരവും പ്രശസ്തിയും നേടാൻ സാധിക്കും. പുതിയതും ഉയർന്നതുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഇവരുടെ സർഗാത്മകതയും കൃത്യതയും ആവശ്യമുള്ള മേഖലകളിലെ വാസ്തുവിദ്യ പോലുള്ളവ അല്ലെങ്കിൽ കല എന്നിവയിൽ മികച്ച വിജയം നേടാനും രാഹു 6-ലുള്ളതിനാൽ മത്സരങ്ങളെയും എതിരാളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനും സാധിക്കും. തുലാം ചിത്രക്കാർക്ക് ഈ വർഷം സ്ഥിരമായ വളർച്ചയും വിപുലീകരണവും കാണിക്കുന്നുണ്ട്. ശനി 6-ൽ നിൽക്കുന്നത് തൊഴിൽപരമായ വിജയം ഉറപ്പാക്കുകയും എതിരാളികളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. വ്യാഴം 9-ലും തുടർന്ന് 10-ലും സഞ്ചരിക്കുന്നത് ബിസിനസ് വിപുലീകരണത്തിന്, പ്രത്യേകിച്ചും അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ സംരംഭങ്ങൾക്ക് മികച്ച അവസരം നൽകും. ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും മുതിർന്നവരിൽ നിന്നും സഹകരണവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കും. വർഷത്തിൻ്റെ 2ാം പകുതിയിൽ സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ സംരംഭങ്ങൾക്കും ധനസഹായം ലഭിക്കാനും സാധ്യതയുണ്ട്. ഈ തൊഴിൽപരമായ വിജയം വ്യക്തിബന്ധങ്ങളെ ബാധിക്കാതെ ശ്രദ്ധിക്കേണ്ടത് കന്നിരാശി ചിത്രക്കാർക്ക് അത്യാവശ്യമാണ്. തൊഴിൽ ഭാവത്തിലെ തിരക്കുകൾ കാരണം വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ വരാനുള്ള സാധ്യത ശനി 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതിനാൽ ജോലിയും കുടുംബജീവിതവും സന്തുലനം ചെയ്യാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തികമായി 2026 ഒരു വളർച്ചാ വർഷമാണ്. കന്നി ചിത്രക്കാർക്ക് ജൂൺ 2-ന് ശേഷം വ്യാഴം 11ാം ഭാവത്തിൽ വരുന്നത് വരുമാനം വർദ്ധിപ്പിക്കും. ഈ വിഭാഗക്കാർക്ക് ധനപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഉൾക്കാഴ്ച സഹായിക്കും. എന്നിരുന്നാലും രാഹുവിൻ്റെ സ്വാധീനം പെട്ടെന്ന് ലാഭം കിട്ടാനുള്ളതും അല്ലെങ്കിൽ റിസ്ക് ഉള്ള നിക്ഷേപങ്ങൾ ഏർപ്പെടാതിരിക്കാനാണ് പറയുന്നത്. സാമ്പത്തിക ഇടപാടുകളിൽ ധാർമ്മികതയും സുതാര്യതയും പാലിക്കുക. റിസ്ക് ഫ്രീ നിക്ഷേപങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും വേണം. വർഷാന്ത്യത്തിൽ ഒക്ടോബർ 31 മുതൽ വ്യാഴം 12-ലേക്ക് മാറുന്നത് ചെലവുകൾ വർദ്ധിപ്പിക്കാനിടയാകും. തുലാം ചിത്രക്കാർക്ക് സാമ്പത്തികമായ ഒരു രാശി തുടക്കമാണ്. 2ാം പകുതിയിൽ സ്ഥിതി മെച്ചപ്പെടും. ജൂൺ 2-ന് ശേഷമുള്ള വ്യാഴ സംക്രമണം ബോണസുകൾ, ബിസിനസ് ലാഭം എന്നിവയുടെ വരുമാനം വർദ്ധിപ്പിക്കും. ഈ സമയം റിയൽ എസ്റ്റേറ്റ്, ഓഹരി വിപണിയിലെ ദീർഘകാല നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഉചിതമാണ്. മൊത്തത്തിൽ ഈ വർഷം സാമ്പത്തിക സ്ഥിരത നൽകും. ബന്ധങ്ങളുടെ കാര്യത്തിൽ ചിത്ര നക്ഷത്രക്കാർക്ക് 2026 ഒരു പരീക്ഷണ ഘട്ടമാണ്. കന്നി ചിത്രക്കാർക്ക് ശനി 7ാം ഭാവത്തിൽ സ്ഥിരമായി നിൽക്കുന്നത് ദാമ്പത്യ ജീവിതം മടുപ്പും പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിൽ തടസ്സവും സൃഷ്ടിക്കാനുള്ള ഇടയുണ്ട്. ഈ മന്ദത മറികടക്കാൻ ഇരുവരും കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കുകയും തുറന്ന സംഭാഷണങ്ങൾക്ക് ശ്രമിക്കുകയും വേണം. തുലാം ചിത്രക്കാർക്ക് രാഹു 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പ്രണയബന്ധങ്ങളിൽ വലിയ വൈകാരികമായ പ്രതിസന്ധികൾക്കും നാടകീയതകൾക്കും വഴിയൊരുക്കും. ഈ വൈകാരികമായ കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുന്നത് വർഷ അവസാനത്തോടെ ബന്ധങ്ങൾക്കുള്ള ജ്ഞാനവും പക്വതയും നൽകും. സിംഗിളായവർക്ക് ഒന്നിലധികം ബന്ധങ്ങൾ ഏർപ്പെടാനോ ഓൺലൈൻ വഴി ഡേറ്റിങ്ങിൽ കൂടുതൽ താല്പര്യം കാണിക്കാനോ സാധ്യത കാണുന്നുണ്ട്. ഇവിടെ വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിൻ്റെ 2ാം പകുതിയിൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുകൂലമായ ദിസംക്രമണ ഫലം ലഭിക്കുന്നതോടെ കുടുംബത്തിൻ്റെയും പിന്തുണയോടുള്ള വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളിലെ ഈ വെല്ലുവിളിക്ക് കാരണം
5-ലെ രാഹു സൃഷ്ടിക്കുന്ന വൈകാരികമായ അസ്ഥിരതയാണ്. ഇത് വിവേകത്തോടെ കൈകാര്യം ചെയ്യണം. കന്നിച്ചിത്രക്കാർക്ക് കുടുംബ ബന്ധങ്ങൾ പൊതുവെ മെച്ചപ്പെടും. അവരുടെ വാക്കുകൾ കുടുംബത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കും. വ്യാഴം 10-ലെ സ്വാധീനം കൂടാണ്. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ദൃഢമാവുകയും ചെയ്യും. തുലാം ചിത്രക്കാർക്ക് തൊഴിൽപരമായ യാത്രകൾ കാരണം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരാം. എങ്കിലും മാതൃബന്ധങ്ങളുമായി നല്ല ആശയവിനിമയം നിലനിൽക്കും. പിതാവിൻ്റെയും സഹോദര ബന്ധങ്ങളിലെയും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഇത് ഒക്ടോബറിന് ശേഷം പരിഹരിക്കപ്പെടാനും ഇടയുണ്ട്. വർഷം മുഴുവൻ പുരോഗമിക്കുന്ന സമയത്ത് കുടുംബങ്ങളോട് കൂടുതൽ അടുക്കാനിടയുണ്ട്. കന്നിച്ചിത്രക്കാർക്ക് രാഹു 6-ാം ഭാവത്തിലുള്ളതിനാൽ ആരോഗ്യപരമായ പൊതുവെ മെച്ചമാണ്. രോഗങ്ങളെയും ശാരീരിക ബുദ്ധിമുട്ടുകളെയും എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ ഈ ഗ്രഹസ്ഥിതി സഹായിക്കുന്നുവെങ്കിലും കർമ്മരംഗത്തെ തിരക്കുകൾ കാരണം അലസത കടന്നു വരാൻ ഇടയുണ്ട്. തുലാം ചിത്രക്കാർക്ക് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. സ്ഥിരമായ ഭക്ഷണക്രമവും വ്യായാമവും നിർബന്ധമായി പാലിക്കണം. രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും വേണം. വിദ്യാഭ്യാസ മേഖലയിൽ തുലാം ചിത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമാണ്. ശനി 6-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ മത്സര പരീക്ഷകൾക്കും സർക്കാർ ജോലികൾക്കായുള്ള പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാം. കൂടാതെ വ്യാഴം 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വിദേശ പഠനത്തിനോ ഉന്നത വിദ്യാഭ്യാസത്തിനോ അപേക്ഷിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കും. കന്നിച്ചിത്രക്കാർക്ക് രാഹുവിൻ്റെ സ്വാധീനം കാരണം പഠനത്തിൽ ശ്രദ്ധക്കുറവോ അലസതയോ വരാൻ സാധ്യതയുണ്ടെങ്കിലും കൃത്യമായ ദിനചര്യ പാലിക്കുകയും കഠിനാധ്വാനം തുടരുകയും ചെയ്താൽ അവർക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. വർഷാന്ത്യത്തോടെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുമെന്ന് ഗ്രഹസ്ഥിതി സൂചിപ്പിക്കുന്നു. 2026-ലെ അനുകൂല ഫലങ്ങൾ നിലനിർത്താനും ബന്ധങ്ങളിലെ ചില വെല്ലുവിളിയെയും സാമ്പത്തിക റിസ്കുകളെയും മറികടക്കാനും ചിത്ര നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക പരിഹാരങ്ങൾ ആവശ്യമാണ്. നക്ഷത്രനാഥൻ്റെയും രാശിനാഥൻ്റെയും ദോഷങ്ങളെ പരിഹരിക്കാൻ ഇവ സഹായിക്കുന്നതായിരിക്കും. ചിത്രയുടെ പൊതുവായ പരിഹാരം നക്ഷത്രദേവനായ വിശ്വകർമാവിനെ ആരാധിക്കുന്നത് സർഗാത്മകതയും ജോലിയോടുള്ള കൃത്യതയും വർദ്ധിപ്പിക്കും. ഓം വിശ്വകർമ്മണേ നമഃ എന്ന മന്ത്രം നിത്യവും ജപിക്കുന്നത് ഉചിതമാണ്. ചിത്ര നക്ഷത്രത്തിന് ചൊവ്വയുടെ ദിശകൾ പ്രതികൂലമായി വരാനുള്ള ഇടയുണ്ട്. കുജശാന്തി ഹോമം നടത്തുന്നത് ഗുണകരമാണ്. ചൊവ്വാഴ്ചകളിൽ ചൊവ്വയുടെ മന്ത്രം ജപിക്കുകയോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയൊക്കെ ചെയ്യാം. ചുവന്ന പവിഴം ധരിക്കുന്നത് സർഗാത്മക കഴിവുകൾ മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത നിലനിർത്താനും സഹായിക്കും. കന്നിരാശിയുടെ അധിപനായ ബുധന്റെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിന് ബുധശാന്തി ഹോമം നടത്തുന്നത് ഉചിതമാണ്. നിത്യവും കൃഷ്ണമന്ത്രം ഹരേ കൃഷ്ണ അവ ശ്രവിക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് ബുദ്ധി കൂർമ്മതയും വൈകാരിക സ്ഥിരതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് 7-ലെ ശനി നൽകുന്ന ദാമ്പത്യ മടുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കും. തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ്. ശുക്രശാന്തി ഹോമം നടത്തുന്നത് ഗുണകരമാകും. നിത്യവും ലക്ഷ്മി മന്ത്രം ശ്രവിക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് സാമ്പത്തിക സ്ഥിരത നൽകും. 5-ലെ രാഹു നൽകുന്ന വൈകാരിക അസ്ഥിരതയിൽ നിന്ന് മുക്തി നേടാനും സഹായിക്കും. 2026-ലെ ചിത്രക്കാർക്ക് വലിയ തോതിലുള്ള വിജയങ്ങളും നേട്ടങ്ങളും നൽകുന്ന ഒരു വർഷമായിരിക്കും. എങ്കിൽ ഈ നേട്ടങ്ങൾ കഠിനാധ്വാനത്തിലൂടെയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയും മാത്രമേ നേടാൻ സാധിക്കൂ. ഗ്രഹസംക്രമണങ്ങളുടെ ഫലമായി തൊഴിൽ സാമ്പത്തിക മേഖലകളിൽ വളർച്ച ഉണ്ടാകുമ്പോൾ തന്നെ വ്യക്തിബന്ധങ്ങളിലും പങ്കാളിത്തങ്ങളിലും പ്രത്യേകിച്ച് കന്നിരാശിക്കാർക്ക് പ്രണയത്തിലും ക്ഷമയും വിവേകവും ആവശ്യമുള്ള ഘട്ടങ്ങളുണ്ടാകും. വ്യാഴത്തിൻ്റെ സംക്രമണം സാമ്പത്തികപരമായ വളർച്ചയും ലാഭത്തിനും പുതിയ ഘട്ടങ്ങളിലേക്ക് നയിക്കും. ശനി വക്രഗതിയിലാകുന്നത് തൊഴിൽ മേഖലയിൽ ചെറിയ താൽക്കാലിക തിരിച്ചടികളോ മന്ദതയൊക്കെ നൽകാനും ഇടയുണ്ട്. ഈ സമയത്ത് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒഴിവാക്കുക. വ്യാഴം, ശനി, രാഹു, കേതു എന്നിവയുടെ സ്ഥാനം വീണ്ടും മാറുന്നത് സാമ്പത്തിക വൈകാരിക മേഖലകളിൽ പുതിയ സ്ഥിരതയും കൂടുതൽ അനുകൂല ഫലങ്ങളും കൊണ്ടുവരും. തുലാം ചിത്രക്കാർക്ക് ഈ കാലയളവ് പ്രണയബന്ധങ്ങളിൽ സ്ഥിരത നൽകും. വിജയം കൈവരിക്കാൻ ചിത്രയുടെ സ്വതസിദ്ധമായ ആകർഷണീയതയും പൂർണ്ണതാബോധവും ഉപയോഗിക്കുക. എന്നാൽ അലസത ഒഴിവാക്കുകയും എല്ലാ കാര്യങ്ങളിലും ക്ഷമ പാലിക്കുകയും ദിനചര്യയിൽ അച്ചടക്കം നിലനിർത്താനും പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. 2026 കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഉന്നതമായ സ്ഥാനവും ഐശ്വര്യവും നൽകുന്ന ഒരു വർഷമായി മാറും.